സാറേ, ഇപ്പോൾ ഷിരൂർ ദൗത്യം അതിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുറേ കാലമായി നമ്മൾ അർജുനെ പറ്റിയും മനാഫിനെ പറ്റിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ദൗത്യം കേട്ട് കുറേ കാലമായ ആൾക്കാർ കേൾക്കുന്നു. പലരുടെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആൻ എക്സർസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. ഒരുപക്ഷെ അവർക്കൊരു പെസിമിസം ഉള്ളതുകൊണ്ടായിരിക്കാം പറയുന്നത്. സാറിന് ഈ ദൗത്യത്തെ പറ്റി എന്താ സാറിൻ്റെ കാഴ്ചപ്പാട്? യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിയാൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരാളിൻ്റെ മൃതദേഹം കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. റിമോട്ട് പോസിബിലിറ്റിയാണ്. ഒരുപക്ഷെ ആ മൃതദേഹം കടലിൽ വരെ പോയി കാണാൻ സാധ്യതയുണ്ട്. കടലിൽ നിന്ന് ഇങ്ങോട്ടല്ല അന്വേഷിക്കുന്നത്, ഇവിടുന്ന് കടലിലേക്കാണ് അന്വേഷണം തന്നെ. അപ്പം അന്വേഷിച്ച് പോകുന്തോറും ഇത് കൂടുതൽ കടലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല. ആ കുടുംബത്തോട് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും അനുതാപമുണ്ട്. നമുക്കെല്ലാവർക്കും സഹതാപമല്ല, അനുതാപമുണ്ട്. അവരുടെ വേദന, എൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനും പറയും, ആ പുഴ മുഴുവൻ അരിച്ച് പെറുക്കണം, അസ്ഥിക്കഷ്ണമെങ്കിലും കിട്ടണം. ശരിയാണ്, അത് ലെജിറ്റിമേറ്റായ ഒരാഗ്രഹം. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്, ഇപ്പോൾ അതിർത്തിയിലൊക്കെ പട്ടാളക്കാരൊക്കെ ഇതുപോലെ അപകടത്തിലും അല്ലെങ്കിൽ വെടിവെപ്പിലും ഒക്കെ മരിച്ചു പോകാറുണ്ട്. വളരെ ഈ ഐസ്ക്രീം പോലത്തെ മഞ്ഞാണ്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അങ്ങ് താന്നു പോകും. അവിടെ നിൽക്കാൻ തന്നെ പ്രയാസമാണ്. നിൽക്കുമ്പോൾ തന്നെ മഞ്ഞ് വന്നിങ്ങനെ നമ്മളെ മൂടിക്കൊണ്ടിരിക്കും. സോ യു ഹാവ് ടു ബി മൂവിങ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ. -25 ഡിഗ്രി തണുപ്പ്. അപ്പോൾ അവിടെ വെടികൊണ്ട ആൾ മഞ്ഞിൽ താണു പോയി കഴിഞ്ഞാൽ പട്ടാളം ഹിമാലയം മുഴുവൻ മാന്തിയൊന്നും നോക്കാറില്ല. അത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് ഇറ്റ്സ് ഗോൺ. വീട്ടുകാരെ അറിയിക്കും, കോമ്പൻസേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് ഇത്രയും താഴ്ന്ന സ്ഥിതിക്ക്, ഇത്രയും ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് ആ വീട്ടുകാരെ പുനരധിവസിപ്പിക്കാനുള്ള സ്റ്റെപ്സ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. വെരി ക്രൂഷ്യലായിട്ടുള്ളൊരു. അതിന് പകരം എന്തോ ഒരു വാശി പോലെ ഡ്രഡ്ജറൊക്കെ കൊണ്ടുവന്നിട്ട് അത് കുഴിച്ച്, ശരി, എന്ത് കിട്ടാൻ പോകുന്നു? ഒരുപക്ഷെ ഈ ട്രക്ക് കിട്ടുമായിരിക്കാം, കഷ്ണമായിട്ടോ അല്ലാതെയോ ഒക്കെ. ആ ട്രക്കിൻ്റെ അസ്ഥികൂടം കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവാം ട്രക്കിൻ്റെ ഉടമസ്ഥന്. അർജുന് പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അർജുൻ്റെ ഇൻഷുറൻസിനും ഇതുപോലെ ഈ തടസ്സങ്ങളൊക്കെ വന്നു എന്ന് വരാം. ഈ തടസ്സമാണ് സർക്കാരും ഇൻഷുറൻസ് കമ്പനിയൊക്കെ മാറ്റേണ്ടത്. സി, ഇറ്റ് ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ ദാറ്റ് വി ഡോണ്ട് ഹാവ് എവിഡൻസ്, ബട്ട് കോമൺ സെൻസ് ടെൽസ് ദാറ്റ് ദിസ് മാൻ ഈസ് നോ മോർ. Therefore insurance is to be given to him. Everybody knows. And therefore insurance is to be given to the vehicle owner. Everybody knows that the man is no more. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം രീതിയിൽ പറ്റുമോ അതെല്ലാം ചെയ്യണം നമ്മൾ. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയിലെ ഈ റൂൾസിൻ്റെ ഒരു മാറ്റമാണ് അതിൽ വരുത്തേണ്ടത്. ആസ് എ സ്പെഷ്യൽ കേസ് ചീഫ് മിനിസ്റ്ററുടെയും ഇവരുടെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. പ്രശ്നം തീർന്നു. ഈ ഇൻഷുറൻസ് കമ്പനിയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇത്ര വലിയ എക്സർസൈസ് ചെയ്ത് പൈസ മുടക്കേണ്ട കാര്യമുണ്ട്? ഇത്രയും പൈസയുടെ ഇൻഷുറൻസ് ലോറിക്ക് പോലും ഉണ്ടാവില്ല. Now imagine the money which has been sunken in this operation. ആർമിയുടെയും നേവിയുടെയും പോലീസ് ഫോഴ്സിൻ്റെയും എല്ലാ പാരാഫർണലിയും ഇതിന് വേണ്ടി ഉപയോഗിച്ച് കോടിക്കണക്കിന് ചിലവാക്കും. ദിവസവും ലക്ഷക്കണക്കിന് രൂപ ചിലവായി. അതേസമയം കുടുംബത്തിനത് എന്തുമാത്രം ഉപകാരപ്പെടും എന്നുള്ളൊരു ലൈനിലാരും ചിന്തിക്കുന്നില്ല. അവിടുത്തെ ഒരു കുട്ടിക്ക് അതോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ജോലി കൊടുത്തിട്ടൊക്കെയാണ്. ശരി, ഒരു അപകടം അത് ചെയ്തു. ഈ അതേസമയം ഇതൊരു പ്രസിഡൻസ് ആയിട്ട് ഒരു രാജ്യത്തിന് കൊണ്ടു നടക്കാനും പറ്റില്ല. അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ വീട്ടിലെ ഓരോ ആളിനും ജോലി കൊടുക്കാൻ തുടങ്ങിയാൽ അതിനല്ലേ സർക്കാരിന് നേരം ഉണ്ടാവുള്ളൂ. ഞാനിതിൻ്റെ ഒരു മറുവശം പറയാം. മറ്റേ വശം ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, അതിൽ അനുതാപമില്ലാഞ്ഞിട്ടുമല്ല. ഈ ആക്സിഡൻറ്റ് ഈസ് ആൻ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് ആ വീട്ടിലെ അടുത്ത ആളിന് സർക്കാർ ഉദ്യോഗം കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു നല്ല കാര്യം എന്ന് തോന്നുമെങ്കിലും അതൊരു കീഴ്വഴക്കമായി കഴിഞ്ഞാൽ സർക്കാർ വിഷമിക്കും. എലിജിബിളായിട്ടുള്ള ആൾക്കാരുടെ
ജോലികൾ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപകടങ്ങൾ എത്ര എണ്ണമാണ് നിത്യേന ഉണ്ടാകുന്നത്. ഇപ്പോൾ ലോറി പുഴയിൽ വീണോ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞോ ഉണ്ടാകുന്ന അപകടം പോലെ തന്നെയാണ് കാറ് തമ്മിൽ കൂട്ടിയിടിക്കുന്ന അപകടവും ട്രെയിനുകളിലുണ്ടാകുന്ന അപകടവും. അവരുടെയൊക്കെ വീട്ടിലെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ പോയി നിൽക്കും? അതും ഒരു കാര്യമല്ലേ. ഇപ്പോൾ കോമ്പൻസേഷൻ മാത്രമാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് ശേഷമുള്ളത് മറ്റ് സന്നദ്ധ സംഘടനകളോ അവരൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യുന്നുമുണ്ട്. സന്നദ്ധ സംഘടനകൾ ഇതുപോലുള്ളവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സംഘടനകൾക്ക് സംഭാവന മാത്രമല്ല ഗവൺമെൻറ് ഗ്രാൻഡ് വരെ കൊടുക്കുന്നുണ്ട്, അവരത് നോക്കുന്നുണ്ട്. മൊത്തം സമൂഹത്തിൻ്റെ ഒരു ചുമതലയാണിത്. ബട്ട് ഇപ്പോൾ ഈ നടക്കുന്നത് എത്ര കണ്ട് വിവേകപൂർണമായ ഒരു കാര്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഇപ്പം തന്നെ പറഞ്ഞ, അതായത് ഈ ആർമിയുടെയൊക്കെ ആരെങ്കിലും അവിടെ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ പോലെയുള്ള സ്ഥലത്തൊക്കെ മഞ്ഞിൽ പൊതഞ്ഞ് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു എമോഷണൽ അല്ലാത്ത റിയലിസ്റ്റിക് അപ്രോച്ചാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ഞിൽ പൂണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കൽ പ്രാവർത്തികമല്ല അല്ലെങ്കിൽ പോസിബിൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലേ? ഉണ്ട് സാർ. അല്ലാതെ യു കനോട്ട് ടേക്ക് എ ബുൾഡോസർ ദെയർ. ആ ബുൾഡോസർ കൊണ്ട് എവിടെ കുഴിക്കാൻ? മാത്രമല്ല കുഴിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇത് വീഴുകയാണ്. മാത്രമല്ല അങ്ങനത്തെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മറ്റു പലരും ചിലപ്പോൾ ഇതേപോലെ പോവുകയും ചെയ്യും. മാത്രമല്ല സിയാച്ചിൻ ഗ്ലേഷ്യറിലൊക്കെ പറയുന്നത് -40°C വരെയുള്ള സെൽഷ്യസ് വരെയുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു മനുഷ്യൻ്റെ കൈ ഇരുമ്പുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ജോയിൻ്റായി പോകും, ഫ്രീസറിൽ വെച്ചിരിക്കുന്നു, പിന്നെ കൈ വലിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. അത്ര ലോ ടെമ്പറേച്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോകുന്നവരുടെ പിന്നെ കൂടുതൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ട് എങ്ങും എത്താത്ത അവസ്ഥ വരും. അല്ല, അപ്പം ഇങ്ങനെയൊരു മിലിറ്ററിയിൽ ഒരിക്കലും അവരൊരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് ആളിനെ ഉപേക്ഷിക്കില്ല, ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല. ബട്ട് ചില സിറ്റുവേഷനിൽ ഇത് കൈവിട്ട് പോകും. ഇമ്പോസിബിൾ എന്നുള്ള ഇറ്റ് ഈസ് നെക്സ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പോലും അതിനപ്പുറത്താണ്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ എന്താ ഇതിന് പരിഹാരം? പിന്നെ വെറുതെ ഇങ്ങനെ മാന്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് വിവേകപൂർണമായ ഒരു തീരുമാനമായിരിക്കില്ല. ഇപ്പോൾ ഏകദേശം ഷിരൂരിൽ നടക്കുന്നത് ഈ നേരത്തെ തുടക്കത്തിൽ സാർ പറഞ്ഞ പോലെ ആൻ എക്സർസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി. വി നോ ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ്. It could be, God forbid, it could be a skeleton or some pieces somewhere. And what is that we are going to do with them? അപ്പോൾ ഇതിനെ അല്പം യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒന്ന് കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം കഴിയുമ്പോൾ ഇമോഷണൽ പാർട്ടൊന്ന് മാറ്റിവെക്കാൻ ഉള്ള ഏകദേശം ബാലൻസ് എല്ലാവരും വീണ്ടെടുത്ത സ്ഥിതിക്ക് അതനുസരിച്ചിട്ടുള്ള നടപടികൾ, ഇൻഷുറൻസിലാണ് തടസ്സം ഉണ്ടാകുന്നതെങ്കിൽ ആ തടസ്സം മാറ്റാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇൻഷുറൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും വലിയ ഓപ്പറേഷൻ ഗംഗാവാലി പുഴയിൽ നടത്തിയിട്ട് അത് കൊണ്ടുവന്ന് ഇൻഷുറൻസിനെ പ്രൂഫ് കാണിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇൻഷുറൻസ് ക്യാൻ ഗിവ് എ വൺ ടൈം എക്സംഷൻ. ഇതിപ്പോൾ ഇത്രയും ഫോഴ്സസിന് മിലിറ്ററിയുടെയും അതേപോലെ പോലീസിൻ്റെയൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഇത്രയും യന്ത്ര സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇത്രയും പണം മുടക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഭാഗമെങ്കിലും ആ കുടുംബങ്ങൾക്ക് കിട്ടാനൊരു പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി, അതാണ് കുറച്ചുകൂടെ വൈസ് ഡിസിഷൻ, വിവേകമുള്ള ഒരു ഡിസിഷൻ അതായിരിക്കും. മാത്രമല്ല ഇതിലിപ്പോൾ ട്രക്ക് പോയിട്ടുണ്ടെന്നും ആൾ പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് വളരെ പ്രകടമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇങ്ങനത്തെ സാഹചര്യത്തിലെങ്കിലും. ഇപ്പോൾ ഈ നടത്തുന്ന തെരച്ചിലിൽ അവർ ഇൻഷുറൻസിൻ്റെ ഫാക്ടറൊന്നും പറയുന്നൊന്നുമില്ല. ഒരാളെ കാണുന്നില്ല എലോങ് വിത്ത് എ ബിഗ് ഹ്യൂജ് ട്രക്ക്, അത് കാണുന്നില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇതാണ് ചോദ്യം. യെസ്, കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്ത്യൻ മിലിറ്ററി ആണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ ഒരാൾ പോയാൽ അവർ വെറുതെ ഇരിക്കുകയൊന്നുമില്ല, അവർ കണ്ടുപിടിക്കും. ബട്ട് കണ്ടുപിടിക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ പിടിച്ചാൽ തന്നെ വിശേഷമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആഫ്റ്റർ സോ മെനി ഡേയ്സ്, ഇപ്പം മോർ ദാൻ 150 days ആയെന്ന് തോന്നുന്നു ഈ ഷിരൂരിലെ ഓപ്പറേഷൻസ്. ഒരുപാട് തവണ നിർത്തിവെക്കേണ്ടി വന്നു, വീണ്ടും തുടങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ച് ഇത്തവണത്തെ മൺസൂണിൽ കർണാടകയിൽ ഞാനും മൺസൂൺ ഏകദേശം തീരാറായപ്പോൾ ഒന്ന് കർണാടകയിൽ പോയിരുന്നു.
വളരെ ഭീഷണമായ ഒഴുക്കാണ് അവിടുത്തെ നദികൾ. ശരി. ചെറിയ ചെറിയ നദികളിൽ പോലും ആ ഒഴുക്ക് കണ്ടാൽ നമുക്കൊരു പേടി തോന്നും. ഈ ഒഴുക്ക് കാണാനായിട്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ഒഴുക്ക് ടൂറിസം ഉണ്ടല്ല, എന്താ ഫ്യൂറി ഓഫ് ദ റിവർ കാണാനായിട്ട് ആൾക്കാർ കൂടുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. വല്ലാത്ത ഫോഴ്സാണ് വെള്ളത്തിന്. പിന്നെ നേവിയൊക്കെ തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇതിലേക്ക് ഇറങ്ങുന്നത് ഡേഞ്ചറസ് ലെവലാണ് ഇപ്പോൾ എന്നുള്ളത്. അവർ ഞാൻ ഈ ഗംഗാവാലിയൊന്നുമല്ല കണ്ടത്, ഇതിനേക്കാൾ ചെറിയ നദികൾ കണ്ടിട്ടാണ് ഞാൻ പേടിച്ചത് കർണാടകത്തിലെ. ഗംഗാവാലിയിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒഴുക്കിൽ പെട്ടുപോയിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ മന്ത്സ് ടുഗദർ അത് അന്വേഷിക്കുന്നത് എത്ര കണ്ട് ഫലപ്രദമാകും എന്നറിയില്ല. അതേസമയം അത് വലിയൊരു ട്രാജിക് ഇൻസിഡൻ്റ് ആയിപ്പോയി, വിച്ച് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ ടു എനിവൺ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കുടുംബത്തിന് പറ്റുന്ന എല്ലാ രീതിയിലും കൈയച്ച് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ ശ്രമിക്കട്ടെ. പക്ഷേ ഇതിനൊരു റിയലിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നേ നമുക്ക് പറയാനുള്ള ഈ കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.